بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ആത്മാവില്ലാതെ, കൃത്യതയില്ലാതെ മനസ്സിലാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലൊന്നാണ് സക്കാത്ത്. ഇസ്ലാമിക നാഗരികതയുടെ നാഡിയും നട്ടെല്ലുമാവേണ്ടിയിരുന്ന ഒരു കർമ്മം. 3 കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്ത് വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് ഉൾക്കാമ്പുള്ള പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്ന്, മുസ്ലിം ഉമ്മത്ത് ഉപേക്ഷിച്ചത് ചരിത്രമാണ്. മറ്റൊന്ന് ഗവേഷണമാണ്. മൂന്നാമത്തേത് സക്കാത്താണ് എന്ന് പറയാറുണ്ട്. ചരിത്രം തങ്ങൾ ആരാണ് എന്ന തിരിച്ചറിവാണെങ്കിൽ, ഇജ്തിഹാദ് ഗവേഷണം എന്ന് പറയുന്നത് തങ്ങളുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കലാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഇന്നിൻ്റെ വർത്തമാനത്തിൻ്റെ നാഗരികതയും സമൃദ്ധിയും നിർമ്മിച്ചുണ്ടാക്കലാണ്. വെറും പട്ടിണിമാട്ടലല്ല യഥാർത്ഥത്തിൽ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വളരെ ഭദ്രമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന സാമ്പത്തിക പദ്ധതിയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത്. സക്കാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റാളുകൾക്ക് നമ്മുടെ സമ്പത്തിൽ നിന്ന് വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ ഭൗതികന്മാരായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞങ്ങളെന്തിനാണ് ഞങ്ങളുടെ പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവുകൾ, എൻ്റെ പരിചയം, എൻ്റെ അധ്വാനം, ഇവ ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്ത, ഞാൻ സമ്പാദിച്ച പണം എന്തിനാണ് മറ്റു പലർക്കും ഞാൻ കൊടുക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ അവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? ഭൗതികമായ ആളുകൾ അവരുടെ ശാസ്ത്രം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. സമ്പത്ത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റേതാണ്. അതവന് ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിക്കാനും സമ്പാദിക്കാനുമുള്ള അവകാശമുണ്ട്. ഇത് ഭൗതികശാസ്ത്രം പഠിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ആർക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ മൗലികമായ ഉടമസ്ഥാവകാശം എന്ന ചോദ്യമാണ്. 2 തരത്തിലാണ് ആളുകൾ ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. ഒന്ന്, സമ്പത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റേതാണ്, രാഷ്ട്രത്തിൻ്റേതാണ്. രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് ഭരണകൂടമാണ് സമ്പത്ത് വീതിച്ചു കൊടുക്കേണ്ടുന്നത് എന്ന് പഠിപ്പിച്ച ആശയമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തിക്ക് സ്വകാര്യ സമ്പത്ത് ഉണ്ടാവാൻ പാടില്ല, എല്ലാ സ്വത്തും സ്റ്റേറ്റിൻ്റേതാണ്. ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ കാഴ്ചപ്പാട്.
അങ്ങനെയാണോ ചരിത്രത്തിൽ നടന്നത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ചോദ്യമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികൾ അവർ കമ്മ്യൂണിസ്റ്റുകളായിരിക്കെ സ്വത്ത് മുഴുവൻ രാഷ്ട്രത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കോടാനുകോടി ആസ്തികളുള്ളവരായിരുന്നു എന്ന് കാണാൻ കഴിയും. അന്നും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്റ്റാലിനും ചെസസ്ക്യൂവും പോൾപോട്ടുമൊക്കെ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അപ്പം സമ്പത്ത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മറുപടി അത് രാഷ്ട്രത്തിൻ്റേതാണ് എന്നാണ്. വ്യക്തികൾക്ക് അതിലൊരു പങ്കുമില്ല. ഇനി സമ്പത്ത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ മറുപടി സമ്പത്ത് മനുഷ്യൻ്റേതാണ്, അത് വ്യക്തിയുടേതാണ്. ഇത് മുതലാളിത്തത്തിൻ്റെ ആശയമാണ്. ഇപ്പോൾ അമേരിക്ക പോലെയുള്ള നാടുകൾ പിന്തുടരുന്ന നയങ്ങൾ യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് അത് സ്വകാര്യ സ്വത്താണ്, അത് പൊതുസ്വത്തല്ല എന്നതാണ് അവരുടെ വാദം. ഒന്നാലോചിച്ച് നോക്കിയാൽ ഫലത്തിൽ രണ്ട് കൂട്ടരും പറയുന്നത് ഒരൊറ്റ മറുപടിയാണ്. ആത്യന്തികമായി സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യരുടേതാണ്. അത് സ്റ്റേറ്റിൻ്റെ കയ്യിലിരുന്നാലും ശരി, വ്യക്തിയുടെ കയ്യിലിരുന്നാലും ശരി, സമ്പത്ത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റേതാണ്. അതെങ്ങനെ ചെലവഴിക്കണം, ആ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മനുഷ്യൻ്റേത് മാത്രമാണ് എന്നാണ് ഈ രണ്ട് കൂട്ടരും പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു തിരുത്ത് പറയുന്നത്. സമ്പത്ത് എൻ്റേതാണ്, എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയാൽ അതെൻ്റേതാണ്, അതെനിക്കിഷ്ടം പോലെ ചെലവഴിക്കാനുള്ളതാണ് എന്ന് മറുപടി പറഞ്ഞ ആളുകൾ പണ്ടുമുണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന മുതലാളിയായിരുന്ന കാറൂനിനെ കുറിച്ച് പറയുമ്പോൾ കാറൂൻ പറയുന്ന ഒരു മറുപടി ഈ മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസത്തിൻ്റെയോ മറുപടിയാണ് കാറൂൻ എന്ന് പറഞ്ഞത്. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. കാറൂൻ പറഞ്ഞു, ഈ പണം മുഴുവൻ എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്, അതുകൊണ്ട് സമ്പത്ത് എൻ്റേതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പണം നിൻ്റേതല്ല, അൽ മാലു മാലുള്ള, സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. ധനം അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റേതാണ്. അതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഖാറൂനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. വലിയ മല്ലന്മാരായിട്ടുള്ള ഒരു സംഘം ആളുകൾക്ക് വഹിച്ചു നടക്കാൻ മാത്രം, ചുവന്നു കൊണ്ടുപോകാൻ മാത്രം ഖജനാവുകളുടെ താക്കോലുകൾ ഉടമസ്ഥതയിലുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഖാറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത്രയും വലിയ നിധിശേഖരങ്ങളുടെ താക്കോലുകൾ അയാൾക്കുണ്ടായിരുന്നു. അയാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ്. ഖാറൂൻ വലിയ ധിക്കാരിയായിരുന്നു, പക്ഷേ അവൻ്റെ പണം അവൻ്റേതല്ല. വആതൈനാഹു, നാമാണ് അവന് സമ്പത്ത് കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നത് പണം അള്ളാഹുവിൻ്റേതാണ്. വആതൂഹും മിൻ മാലില്ലാഹില്ലദി ആതാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ നൽകുക എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ അടിസ്ഥാനപരമായി സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റേതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊരാശയമാണ്. എന്നാൽ വളരെ കൃത്യമായി സമ്പത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഒന്നിരുത്തി ആലോചിച്ചാൽ സമ്പത്ത് മാത്രമല്ല, നമ്മൾ നമ്മുടേതെന്ന് പറയുന്ന ഒന്നും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. നമ്മുടെ ബുദ്ധി നമ്മുടേതായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമാന്ദ്യമുള്ള മനുഷ്യരുണ്ടാവുമായിരുന്നില്ല. ബുദ്ധി നമ്മുടേതല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ നിയമത്തിനനുസരിച്ചല്ല നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ചില ആളുകൾ ഭ്രാന്തരായി പോകും, സമനില തെറ്റിപ്പോകും. കാരണം ബുദ്ധി നമ്മുടെ പിടുത്തത്തിലുള്ളതല്ല. ഈ കൈകാലുകളും നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടാണ്
അതിൻ്റെ വണ്ണവും അതിൻ്റെ കരുത്തും ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആവാതിരുന്നത് നാം ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചല്ല നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ രൂപപ്പെട്ടു വന്നതും വളർന്നു വരുന്നതും. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ അംഗപരിമിതരായിട്ടുള്ള വികലാംഗരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നത്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നിയമത്തിനും നമ്മുടെ നിയന്ത്രണത്തിനും വിധേയപ്പെട്ടല്ല അത് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പ്രായം കൂടുന്തോറും കണ്ണ് കാണാതെ വരുന്നത്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അതിൻ്റെ വളർച്ചയും അതിൻ്റെ തളർച്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് പ്രകാരമാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, അത് നിങ്ങളുടേതല്ല, അതെൻ്റേതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നാം എൻ്റേതെന്ന് പറയുന്ന ഏതൊരു കഴിവും ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്നത്ര നമ്മുടെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ളതാണ്. എൻ്റെ ശരീരത്തിലെ കൈകാലുകൾ ഏത് സമയത്തും തളർന്നു പോകാം. എൻ്റെ ബുദ്ധിക്ക് ഏത് സമയത്തും ഭ്രമം സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പണമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു സംഗതിയും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പണമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ നമ്മളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളല്ല. ചില ആളുകൾ ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴാണ് നമുക്കിടയിൽ കോവിഡ് മഹാമാരി വന്നതും ആ സന്ദർഭത്തിൽ സാമ്പത്തികമായി വലിയ പരാതികളിലേക്കും പരാധീനതകളിലേക്കും നമ്മൾ പോയത്. ഇന്നും ആളുകളോട് ചോദിച്ചാൽ ഇന്നവർ പറയാറുള്ളത് കഴിഞ്ഞ കോവിഡിൽ തീർന്നതാണ് എന്നാണ്. ഞാൻ പറഞ്ഞത് സമ്പത്തുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടാണ് നമ്മളെ കോവിഡ് ബാധിച്ചത്, അല്ലെങ്കിൽ കോവിഡ് നമ്മുടെ സാമ്പത്തിക മേഖലയെ ബാധിച്ചു കളഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ശാരീരികമായ കഴിവുകൾ, നിങ്ങളുടെ അവയവങ്ങൾ, ഇതൊന്നും നിൻ്റേതല്ല. അതുകൊണ്ട് പണവും നിൻ്റേതല്ല. അള്ളാഹുവിൻ്റേതാണ്. അൽ മാലു മാലുള്ള, സമ്പത്ത് പടച്ചവൻ്റേതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പണം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയതാണോ? കോടാനുകോടി രൂപയുടെ ആസ്തി ഉണ്ടായിട്ട് സ്വന്തം ഒപ്പിടാനോ പേരെഴുതാനോ കഴിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ അതേസമയം വലിയ സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള എത്രയോ മനുഷ്യർ, അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യർ നമുക്കിടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്ന ബോധ്യമാണ് സക്കാത്തിനെ കുറിച്ചുള്ള ആലോചനകൾക്ക് മുമ്പിൽ നമ്മുടെ അന്തരംഗങ്ങളിലേക്ക് വരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ദരിദ്രരായ കുറച്ച് സഹാബികൾ വന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പരാതി പറഞ്ഞു. ആ പരാതി എന്താണെന്നറിയുമോ? ദഹബ അഹ്ലുദ്ദുസൂർ അൽ ഉജൂറ കുല്ല. അള്ളാഹുവിൻ്റെ റസൂലെ, ഈ സമ്പന്നന്മാർക്കാണ് എല്ലാ പ്രതിഫലവും ഉള്ളത്. റസൂൽ ചോദിച്ചു, എന്തു പറ്റി അങ്ങനെ നിങ്ങൾ പറയാൻ? അവർ പറഞ്ഞു, അവരും നമസ്കരിക്കുന്നു, ഞങ്ങളും നമസ്കരിക്കുന്നു, ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നു, അവരും ഹജ്ജ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും അവരെ പോലെയാണ്. പക്ഷേ ഞങ്ങൾക്ക് പണമില്ല. അവർക്ക് പണം കൊണ്ട് നടക്കാൻ വയ്യാതെ അവർ സക്കാത്ത് കൊടുക്കുന്നു, ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നല്ലോ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദരിദ്രരായ ആ സഹാബാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ പറഞ്ഞു തരാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചൊല്ലാൻ വേണ്ടി കുറച്ച് ദിക്റുകൾ പറഞ്ഞു കൊടുത്തു. സന്തോഷത്തോടു കൂടി അവർ മടങ്ങി. ഹദീസിൻ്റെ ബാക്കി കാണാം. പിറ്റേ ദിവസം ഇതേ സഹാബാക്കൾ പ്രവാചകൻ്റെ അടുക്കൽ തിരിച്ചു വന്നു. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, പണിയാകെ പാളിയിട്ടുണ്ട്. താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ അവരും പറയാൻ തുടങ്ങി. ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ നന്മകളുടെ വിഷയത്തിൽ അവർ തന്നെയാണ് മുന്നിൽ. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണെന്ന് അറിയുമോ? അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യമാണ്, അവരുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഔദാര്യത്തിൻ്റെ ഭാഗമാണ് ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നു എന്നുള്ളത്. നമ്മുടെ കഴിവിൻ്റെയും നമ്മുടെ യോഗ്യതയുടെയും അളവുകൾ എന്ന് പറയുന്നത് അതെത്ര ചെറുതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് അവൻ്റെ ഔദാര്യത്തെ ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല സഹാബത്തിന് കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സമ്പത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യനുള്ള അവകാശം എന്താണ്?
ഇസ്ലാം പറയുന്നു സമ്പത്തിൻ്റെ വിഷയത്തിൽ മനുഷ്യനുള്ള അവകാശമെന്ന് പറയുന്നത് പ്രാതിനിധ്യാവകാശം മാത്രമാണ്, ഖിലാഫത്താണ്. എന്താണ് പ്രാതിനിധ്യാവകാശം? അല്ലാഹു തആല പറയുന്നു അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമേ അവനുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു എന്നാണ്. മനുഷ്യന് അവൻ്റെ ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം മാത്രം ഉപയോഗിക്കാനുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ സമ്പത്തിൻ്റെ വിഷയത്തിൽ ഓരോ വ്യക്തികൾക്കുമുള്ളത്. അറബിയിൽ ഇസ്തിഖ്ലാഫ് എന്നാണ് പറയുക. വിശുദ്ധ ഖുർആൻ സമ്പത്ത് മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തതിനെ കുറിച്ച് പറയുന്നത് കാണാം. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലിഫീന ഫിൽ അർള്. നിങ്ങളെ അല്ലാഹു തആല ഇസ്തിഖ്ലാഫ് നടത്തിയിരിക്കുന്നു, കൈകാര്യം ചെയ്യാനുള്ള അവകാശം, സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പടച്ചവൻ തന്ന സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തിൻ്റെ വിഷയത്തിൽ അടിസ്ഥാനപരമായി ജീവനുള്ള കാലത്തോളം നമുക്കത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ കുനിയണം, എങ്ങനെ നൂരണം, എന്തൊക്കെ ചൊല്ലണം, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. സകാത്തിൻ്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഏതേ ദിനത്തിൽ എത്ര കൊടുക്കണം എന്നതും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. അതേസമയം ആദ്യം മുതൽ അവസാനം വരെ വിശദാംശങ്ങൾ പറഞ്ഞ ഒരൊറ്റ നിയമം മാത്രമേ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടായിരിക്കും മറ്റൊന്നിൻ്റെയും വിശദാംശം പറയാതെ ആയത്തുകളിൽ തുടർച്ചയായി അനന്തരാവകാശ നിയമം ഇത്ര കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ പറയാത്ത, സകാത്തിൻ്റെ വിശദാംശങ്ങൾ പറയാത്ത, ഹജ്ജിൻ്റെ വിശദാംശങ്ങൾ പറയാത്ത വിശുദ്ധ ഖുർആൻ അനന്തരാവകാശത്തിൻ്റെ നിയമം എന്തുകൊണ്ട് പറഞ്ഞു? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാൾ മരിച്ചു പോകുമ്പോൾ അവൻ ഈ പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രം, അവൻ മരിച്ചു പോകുമ്പോൾ അവൻ ഈ പണം കൈകാര്യം ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഈ പണം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്നിടത്ത്, അനന്തരാവകാശത്തിൻ്റെ നിയമത്തെക്കുറിച്ച് ആര് പറയുന്നു എന്ന് സൂചിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവിന് വിരുദ്ധമായി പറഞ്ഞത് സാധാരണഗതിയിൽ മരിച്ചവൻ വസിയത്ത് ചെയ്യുന്നു എന്നല്ല അല്ലാഹു തആല ഉപയോഗിച്ചത്. യൂസീകുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ. ഇത് അള്ളാഹുവിൻ്റെ വസിയത്താണ്. കാരണം നീ മരിച്ചതോടുകൂടി നിന്റെ പണം, നീയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു. ഇനി ഞാൻ പറയാം നിന്റെ സമ്പത്തിൽ എന്ത് ചെയ്യണമെന്ന്. യൂസീക്കുമുള്ള, ആണിന് ഇത്ര കൊടുക്കണം, പെണ്ണിന് ഇത്ര കൊടുക്കണം, പിതാവിന് ഇത്ര കൊടുക്കണം, മാതാവിന് ഇത്ര ഓഹരി കൊടുക്കണം, സഹോദരന്മാർക്ക് ഇത്ര ഓഹരി കൊടുക്കണം, മക്കൾക്ക് എത്ര കൊടുക്കണം എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുമായി ബന്ധം വിച്ഛേദിക്കുന്നിടത്ത് അവൻ്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അനന്തര നിയമത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല കൈകാര്യം ചെയ്യാൻ തന്നിട്ടുള്ള ഒരു താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. അല്ലാഹു കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. അതെങ്ങനെ സമ്പാദിക്കണമെന്നും അതെങ്ങനെ ചിലവഴിക്കണമെന്നും പറയാനുള്ള അവകാശം അല്ലാഹുവിനാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടാതെ ഒരു മനുഷ്യനും അവൻ്റെ കാൽപാദം അനക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് വഅൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെക്കുറിച്ച് മിൻ ഐന അൻഫഖ്തഹു മിൻ ഐന ഇക്തസബ്തഹു, എവിടെ നിന്ന് ചെലവഴിച്ചു, വഫീമ അൻഫഖഹു, എവിടെയാണ് നീ അത് ചിലവഴിച്ചതും സമ്പാദിച്ചതും എന്ന ചോദ്യത്തിൻ്റെ മറുപടി പറയൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ മാല ഹുൽവുൻ ഖളിറുൻ, സമ്പത്ത് മധുരമുള്ളതാണ്, അത് പച്ചപ്പുള്ളതാണ്. ഫമൻ അഖദഹു ബി സഖാവത്തി നഫ്സിൻ, ആരെങ്കിലും ഔദാര്യത്തിൻ്റെ മനസ്സോടുകൂടി ഇതെനിക്കെൻ്റെ റബ്ബ് തന്നതാണ് എന്ന അർത്ഥത്തിൽ ഒരാൾ സമ്പത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബൂരിക ലഹു ഫീ മാലിഹി, അവൻ്റെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യും. വമൻ അഖദഹു ബി ഇശ്റാഫി നഫ്സിൻ ലാ യുബാരികു ഫീഹി കല്ലദി യജൂഉ ഫീഹി വലാ യശ്ബഅ. ഇനി ഒരു മനുഷ്യൻ അവൻ്റെ സമ്പത്ത് എൻ്റെ കഴിവും എൻ്റെ അധ്വാനവും കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് കാറൂൻ പറഞ്ഞതുപോലെ അഹങ്കാരത്തിൻ്റെ മനസ്സോടുകൂടിയാണ്
ഒരാൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പ്രവാചകൻ പറയുന്നു കല്ലദീ യജൂഉ, വിശക്കുന്നവനെ പോലെയാണ്, വലാ യശ്ബഉ, വിശന്നിട്ടും ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പടങ്ങാത്ത ആർത്തിക്കാരനെ പോലെയാണ് അവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പത്തിനെ ഒരാൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്പത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് നിരന്തരമായി നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ സക്കാത്തിൻ്റെ മനസ്സ് ഒരു വിശ്വാസിയിൽ രൂഢമൂലമാകൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ഭൗതികവാദികൾ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, നിങ്ങൾ സമ്പത്ത് കൊടുക്കരുത്, കൊടുത്താൽ അത് കുറഞ്ഞു പോകുമെന്നാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയല്ല, സമ്പത്ത് നിങ്ങൾ കൊടുക്കണം, കൊടുത്താലാണ് ആ സമ്പത്ത് വളരുക. മാ നഖസ മാലുൻ മിൻ സദഖത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒരിക്കലും അയാളുടെ സമ്പത്ത് കുറവ് സംഭവിച്ചിട്ടില്ല. നമുക്കൊക്കെ പല അനുഭവങ്ങളുണ്ടാവും, നാം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. നിങ്ങൾ കൊടുത്തത് കൊണ്ട് കുറയില്ല. 2 തരത്തിലാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അടിസ്ഥാനപരമായി സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. രണ്ടാമത്തേത്, സമ്പത്ത് ചിലവഴിച്ചാൽ അതിൽ നിന്ന് കുറവ് സംഭവിക്കില്ല. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ധാന്യം ചിലവഴിക്കുന്നവൻ്റെ ഉദാഹരണം എന്തെന്നറിയുമോ? അവൻ ആ ധാന്യം കുഴിച്ചിട്ടു, അംബതത് സബ്അ സനാബിൽ, അങ്ങനെ ഒരു ധാന്യം മുളച്ചു, അതിൽ 7 കുലകളുണ്ടായി. വഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കുലയിലും 10 വീതം മണികളുണ്ടായി. ഒരൊറ്റ വിത്താണ് അയാൾ കുഴിച്ചിട്ടത്, പക്ഷെ അത് മുളച്ചു വന്നപ്പോൾ അതിൽ 7 കതിരുകളുണ്ടായി. 7 കതിരുകളിൽ 100 കതിരുകൾ വീതം, അങ്ങനെ 700 കതിരുകൾ. അങ്ങനെ ഒരു വിത്തിനെ 700 ഇരട്ടിയാക്കുന്ന അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ധനവിനിയോഗത്തിൻ്റെ ഉപമയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നു. വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ഇനി 700 അല്ല, എത്ര ഇരട്ടിപ്പിക്കണമെന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. വല്ലാഹു വാസിഉൻ അലീം, എല്ലാം വിശാലമായി നൽകുന്നവനും സർവജ്ഞനുമാണ് അള്ളാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, വ ഇന്ന റജുല ലയതസദ്ദഖു ബില്ലുഖ്മ, ഒരു മനുഷ്യൻ അവൻ്റെ ഒരു ഉരുളച്ചോറ് അവൻ ദാനം ചെയ്തു. ആ ഉരുള അള്ളാഹുവിലേക്ക് എത്തും. ഫയുറബ്ബിഹല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉരുളച്ചോറിനെ വളർത്തിക്കൊണ്ടിരിക്കും. കമാ യുറബ്ബി അഹദുക്കും ഫസീലതഹു, നിങ്ങളിൽ ഒരാൾ വീട്ടിലെ ഒരാട്ടിൻകുട്ടിയെയോ പശുക്കുട്ടിയെയോ കൊണ്ടുവന്നാൽ അതിനെ വളർത്തുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിക്കഴിഞ്ഞ ഉരുളച്ചോറിനെ പടച്ചോൻ വളർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നു, ഫയർബു, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പ്രവാചകൻ ആ വളർച്ചയുടെ മാനദണ്ഡത്തെ അടയാളപ്പെടുത്തുന്നത് ഉഹുദ് പർവ്വതത്തിന് സമാനമായിട്ടാണ്. ഉഹുദ് പർവ്വതം അത് കണ്ടവർക്കും വീക്ഷിച്ചവർക്കും അറിയാം അതിൻ്റെ വ്യാപ്തിയും വിശാലതയും. പ്രവാചകൻ പറയുന്നു, ഹത്താ യകൂന മിസ്ല ഉഹദിൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ഉരുളച്ചോറിൻ്റെ വലിപ്പവും മൂല്യവും ഉഹുദ് പർവ്വതത്തിന് സമാനമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിക്കുകയാണ്. സമ്പത്ത് കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സമ്പത്തിൻ്റെ ആധിക്യവും സമൃദ്ധിയുടെയും ആസ്വാദനം അവരവർക്ക് മാത്രം അനുഭവപ്പെടുന്നതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സിറിയയിലൊരു പലായനമുണ്ടായപ്പോൾ, സിറിയ എന്ന രാഷ്ട്രത്തെ സാമ്രാജ്യത്വം നശിപ്പിച്ച സന്ദർഭത്തിൽ ഒരനുഭവം അവർ കുറിക്കുന്നുണ്ട്. ആളുകൾ കൂട്ടത്തോടുകൂടി പലായനം ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ സ്വീകരിക്കാൻ തുർക്കി എന്ന രാഷ്ട്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തുർക്കി അവരെ സ്വീകരിച്ചപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളിങ്ങനെ ആളുകളെയൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യരെ അവരിങ്ങനെ പലായനം ചെയ്തു വരുമ്പോൾ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകളെ സ്വീകരിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അവതാളത്തിലാവില്ലേ? അവരതൊക്കെ മറികടന്നുകൊണ്ട് ഏതാണ്ട് 10-30 ലക്ഷത്തോളം വരുന്ന ആളുകളെ തുർക്കി സ്വീകരിച്ചു എന്നതായിരുന്നു നമ്മൾ സിറിയയിലെ ആ വലിയ യുദ്ധ സാഹചര്യത്തിൽ തുർക്കിയിലെ അഭയാർത്ഥികൾ നമ്മൾ കണ്ടത്. സ്വീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞില്ല, റജബ് തയ്യിബ് ഉർദുഗാൻ്റെ ഒരു ട്വീറ്റ് വന്നു. റജബ് തയ്യിബ് ഉർദുഗാൻ അദ്ദേഹത്തിൻ്റെ ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, സറഫ്നാ മിൻ മീസാനിയത്തി തുർക്കിയ, ഞങ്ങൾ സിറിയൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി അവർക്കുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി $4.5 ബില്യൺ ഞങ്ങൾ മുടക്കി. പക്ഷെ നിങ്ങൾ അറിയണം,
ഫഖദ് അവ്വലനല്ലാഹു 140 മില്യർ. ഒരു മാസം കഴിഞ്ഞില്ല 30 ലക്ഷത്തിലധികം അഭയാർത്ഥികളെ സ്വീകരിച്ചതിന്, അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതിന് പടച്ചവൻ ഞങ്ങൾക്ക് നൽകിയത് $140 ബില്യൺ ഞങ്ങൾക്ക് കിട്ടി. പെട്രോളിൻ്റെ വില കുറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്കത് അനുഗ്രഹമായി ഭവിച്ചു എന്നവർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് റജബ് തയ്യിബ് ഉർദുഗാൻ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൻ്റെ അവസാനത്തിൽ, ഞാൻ നേരത്തെ ഓതിയ ഹദീസാണ് അദ്ദേഹം അതിൽ എഴുതി വെച്ചിട്ടുള്ളത്, മാ നഖസ മാലുൻ മിൻ സദഖത്തിൻ. അതുകൊണ്ടാണ് പറയുന്നത്, സദക്ക കൊടുത്താൽ സമ്പത്ത് കുറയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞങ്ങൾ തുർക്കി അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം ആ ട്വീറ്റിൻ്റെ അവസാനത്തിൽ പ്രവാചക വചനം എഴുതി അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നുണ്ട്. സദക്ക കൊടുത്താൽ കുറയും എന്നതിൻ്റെ പേരിലാണ് സക്കാത്തിൻ്റെ മസ്അലകൾ തീരാത്തത്. എല്ലാ വർഷവും സക്കാത്തിൻ്റെ മസ്അലകൾ ചോദിച്ച് നമ്മുടെ നാവിലെ ഉമിനീര് വറ്റുമെന്നല്ലാതെ അതിൻ്റെ ഒരു സംതൃപ്തമായ മറുപടി നമുക്ക് ലഭിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും മസ്അലകൾ തിരക്കുന്നത് നമുക്ക് സക്കാത്തിൻ്റെ മനസ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ സമ്പത്ത്, അതിൻ്റെ പേരിൽ ഒരു നാട്ടിൽ സമൃദ്ധി ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പെരുന്നാളുകളാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് പെരുന്നാളുകളിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മാർക്കറ്റുകൾ സജീവമാകുന്നത്? സമ്പന്നരായ ആളുകൾ ദരിദ്രരായ ആളുകളിലേക്ക് അവരുടെ സമ്പത്ത് പരന്നൊഴുകുന്ന സന്ദർഭത്തിൽ ആളുകൾ മാർക്കറ്റുകളിൽ അവർ നിറയുകയും, ചെറിയ പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ മാർക്കറ്റുകൾ അത് സമൃദ്ധമായി, അത് കൃത്യമായ ക്രയവിക്രയങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ധനികരായ ആളുകളുടെ സമ്പത്ത് ദരിദ്രരിലേക്ക് താഴേക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മാർക്കറ്റുകൾ സജീവമാകും, നാട്ടിൽ കച്ചവടങ്ങൾ നടക്കും. ഇത് നമ്മൾ സാധാരണ അനുഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. വലിയ സമ്പന്നരായ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ പ്രാദേശികമായിട്ടല്ല ചിലവഴിക്കുക, വലിയ മാളുകളിലും വലിയ കടകളിലേക്കും പോകും. പക്ഷേ ഈ സമ്പന്നരായ ആളുകൾ താഴേക്കിടയിലുള്ള മനുഷ്യരിലേക്ക് സമ്പത്ത് കൊടുത്താൽ, അവരുടെ സമ്പത്ത് പരന്നൊഴുകിയാൽ, നമ്മുടെ നാട്ടിലെ ഓട്ടോക്കാർക്ക് ഓട്ടം ലഭിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കറ്റുകൾ സജീവമാകാനുള്ള ഏറ്റവും നല്ല വഴി നമ്മിലെ ആളുകൾ ദരിദ്രരിലേക്ക് അവരുടെ സമ്പത്ത് ഒഴുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വഴിയുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സമ്പത്ത് നിങ്ങൾക്കിടയിലെ ധനികരിൽ മാത്രം കറങ്ങേണ്ടതല്ല, കൈല യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. നിങ്ങൾ എന്തിന് സമ്പത്ത് കൊടുക്കണം? നിങ്ങളുടെ ഇടയിൽ മാത്രം, ധനികർക്കിടയിൽ മാത്രം കറങ്ങേണ്ടതല്ല സമ്പത്ത്. അതിങ്ങനെ സമൂഹത്തിൽ വലിയ വികസനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ദരിദ്രരായ ആളുകളിലേക്ക്, ഇല്ലാത്തവരുടെ ഇടയിലേക്ക് ആ സമ്പത്തിൻ്റെ കൈമാറ്റം നടക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പലപ്പോഴും സക്കാത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു വരാത്ത മനുഷ്യരോടാണ് ഞാൻ ഈ പറയുന്നത്. സക്കാത്ത് അത് കാര്യക്ഷമമായി കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ, അല്ലെങ്കിൽ അത് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ നമുക്കിടയിലുണ്ടെങ്കിലും ഇനിയും ആ മനസ്സ് രൂപപ്പെടാത്ത ആളുകൾ, നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ GST എത്ര ശതമാനമാണ് കൊടുക്കുന്നത്? നമ്മുടെ സമ്പത്തിൻ്റെ 17, 18, 14, 15 ഒക്കെ കൊടുക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. സക്കാത്ത് എത്രയാണ് കൊടുക്കേണ്ടുന്നത് എന്നതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു വട്ടത്തിലുള്ള ഒരു കേക്ക് നമ്മൾ എടുക്കുക, അതിനെ 10ആയി നമ്മൾ ഒന്ന് കട്ട് ചെയ്യുക. അതിനെ 10ആയി മുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 9 നിനക്ക് കഴിക്കാം, ബാക്കി ഒരു ഭാഗമുണ്ട്, അത് 4ആക്കി പതുക്കണം, അങ്ങനെ അതിൽ 3 നിനക്ക് തിന്നാം, അതിൽ ഒരു ഭാഗം മാത്രം നീ മാറ്റിവെച്ചാൽ മതി, ദരിദ്രർക്ക് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഒരു കേക്കിനെ 10ആയി മുറിച്ച് അതിൻ്റെ ഒരു ഭാഗത്തെ വീണ്ടും മാറ്റിവെച്ച് അതിനെ വീണ്ടും പകുത്ത് അതിൽ നിന്നും ഒരു കഷ്ണം മാത്രം, അത് മാത്രം എടുത്ത് കൊടുത്താൽ മതി. 2.5% എന്ന അർത്ഥത്തിൽ നമ്മുടെ സമ്പത്തിൻ്റെ വളരെ കുറഞ്ഞ ഒരളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. CP ജോൺ അദ്ദേഹം ഒരു സക്കാത്ത് സെമിനാറിൽ, പ്രസിദ്ധനായിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, അദ്ദേഹം ഒരു സാമ്പത്തിക സെമിനാറിൽ അദ്ദേഹം പറയുന്ന, സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു അഭിപ്രായ പ്രകടനമുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് കേരളത്തിലെ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് പിരിഞ്ഞു കിട്ടാൻ സാധ്യതയുള്ളത് അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം 5000 കോടി രൂപയാണെന്നാണ്.
ഒരുപക്ഷെ CP ജോണിൻ്റെ കണക്ക് തെറ്റിയിട്ടുണ്ടാവും. മുസ്ലിം ഉമ്മത്തിലെ മഹല്ലുകൾ അവരുടെ ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ അവർ സ്വീകരിക്കാതെ കിടക്കുന്ന ഒരു ചെറിയൊരു പലിശയുണ്ടാവും. പലിശ ഇനത്തിൽ മുസ്ലിം സമൂഹത്തിൽ കിടക്കുന്നത് ഏകദേശം ഒരു 40,000 കോടിയിൽ വരുമെന്നാണ് കണക്ക്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അവരുടെ ബാങ്കിൽ എടുക്കാതെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന പലിശ മാത്രം 40,000 കോടി രൂപയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 80 ലക്ഷത്തിലധികം മുസ്ലിമീങ്ങൾ കേരളത്തിലുണ്ട്. ഇതിൽ 10 ലക്ഷം മുസ്ലിമീങ്ങൾ ഒരു 5,000 രൂപ വെച്ച് സക്കാത്ത് കൊടുത്താൽ അത് എത്രയുണ്ടാവും? ഒരു വർഷം 500 കോടി രൂപ സക്കാത്തിന് ലഭിക്കും. എന്നിട്ട് നമ്മുടെ നാട്ടിലെ പ്രാദേശികമായ സക്കാത്ത് സംരംഭങ്ങളിൽ, സക്കാത്ത് സംവിധാനങ്ങൾ നടക്കുന്ന മഹല്ലുകളിൽ ഒക്കെ പിരിക്കുന്നത് 21 കോടി മുതൽ 23 കോടി വരെയാണെന്നാണ് ഒരു കണക്ക്. ബാക്കി 580 കോടി യഥാർത്ഥത്തിൽ നമ്മൾ പിരിച്ചെടുത്തിട്ടില്ല എന്നതുമാണ്. 10 ലക്ഷം പേര് 5,000 രൂപ വെച്ച് കൊടുത്താലുള്ള ആ കോടി നമ്മൾ പിരിച്ചെടുത്തിട്ടുമില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ സമ്പത്ത് എവിടെ കിടക്കുന്നു? എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിലെ ആളുകളുടെ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ യാചനയും, പള്ളികളിൽ വരിവരിയായി നിന്ന് യാചിക്കുകയും വീട് വീടാന്തരം കയറിയിറങ്ങി നിന്ന് യാചകരെ, മുസ്ലിം ഉമ്മത്തിലെ യാചകർ എന്തുകൊണ്ടിങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം സക്കാത്ത് അത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന എത്ര ഇടങ്ങൾ മുസ്ലിം ഉമ്മത്തിലുണ്ട് എന്ന ഒരു ആലോചന ഏറ്റവും സുപ്രധാനമായതാണ്. ദുബായിൽ ഒരു 500 crore ക്ലബ്ബുണ്ട്. 500 കോടി ക്ലബ്ബ്. 500 കോടി ക്ലബ്ബ് ബിസിനസ്സിൽ മുടക്കാതെ 500 കോടി രൂപ വെറുതെ ഫ്രീ ആയി മാറ്റിവെച്ചിരിക്കുന്ന അങ്ങനെ ഒരു ക്ലബ്ബ്. അതിൽ അംഗങ്ങളായിട്ടുള്ള 500-ലധികം ആളുകൾ. കേരളത്തിൽ നിന്നുള്ള 50 മുസ്ലിമീങ്ങൾ അതിൽ അംഗങ്ങളാണ് എന്നാണ്. അവരുടെ ബിസിനസ്സിൽ അവർ മുടക്കുന്ന പൈസയെക്കുറിച്ചല്ല ഈ പറഞ്ഞത്. അവർ മാറ്റിവെച്ചിരിക്കുന്ന അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുന്നവരുടെ പൈസ. 500 കോടി രൂപ കൈതൊടാതെ മാറ്റിവെക്കുന്ന 50 പേർ. ഒരു മാഗസിൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് 32,572 കോടിയാണ്. കേരളത്തിലൊരു സമ്പന്നനായ, അപ്പം അതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടാവും. അയാൾ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 870 കോടി അയാൾ സക്കാത്ത് കൊടുക്കണം, അയാളുടെ ആസ്തിയുടെ 2.5%. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സക്കാത്ത് ഒരാളെ ദീനിൽ നിന്ന് പുറത്താക്കാൻ മാത്രം കരുത്തുള്ള, മുശ്രിക്കാണ് എന്ന്, മുനാഫിക്കാണ് എന്ന്, കാഫിറാണ് എന്ന് സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് 3 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സക്കാത്ത് അതിൻ്റെ നിരാകരണം നടത്തുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ വായിക്കുന്നത് കാഫിറെന്നും മുനാഫിക്കെന്നും മുശ്രിക്കെന്നുമാണ്. മുമ്പൊരിക്കൽ ഇതേ മെമ്പറിൽ ആ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. വ്യവസ്ഥാപിതമായി ശേഖരിച്ചാൽ മുസ്ലിം ഉമ്മത്തിലെ ആരെങ്കിലും ഇവിടെ പട്ടിണി കിടക്കുമോ, ഇവിടെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ, വസ്ത്രമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ, മഹല്ലുകൾ, മുസ്ലിം ഉമ്മത്ത് അതിനെക്കുറിച്ചൊന്ന് ഉണർന്നാൽ, വ്യക്തികൾ സക്കാത്തിനെക്കുറിച്ച് ബോധവാന്മാരായാൽ, വലിയ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പദ്ധതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്ത് കളഞ്ഞുപോയ 3 അത്രമേൽ പ്രസക്തമാണ്. ചരിത്രവും ഗവേഷണവും സക്കാത്തും, ഈ 3 സംഗതികൾ മുസ്ലിം ഉമ്മത്ത് വഴിയിൽ ഒഴിവാക്കി കളയുകയും അവർ എന്തുകൊണ്ടോ അതിലേക്കൊന്നും തിരിച്ചു നടക്കാതെ, അല്ലെങ്കിൽ ചരിത്രപരമായ ആ ദൗത്യങ്ങൾ നിർവഹിക്കാതെ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ ദുരവസ്ഥയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സക്കാത്തിൻ്റെ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചവൻ നമ്മുടെ മേൽ ഹക്കാണ് എന്ന്, അവകാശമാണ് എന്ന്, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, നിങ്ങൾ അവരുടെ സമ്പത്തിനെ, ധനികരുടെ സമ്പത്തിനെ നിങ്ങൾ പിടിച്ചു വാങ്ങണം എന്ന് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥരോട് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന, അത് കൽപ്പനാപൂർവമാണ്, ആജ്ഞാപൂർവമാണ്. ആ നിർദ്ദേശം ഔദാര്യമല്ല. മുതലാളിമാരുടെ വീടിൻ്റെ മുമ്പിൽ വരിവരിയായി നിന്ന് മേടിക്കേണ്ടുന്ന എന്തോ ഒരു ചക്കാത്തല്ല, അത് സക്കാത്താണ്. സാമ്പത്തിക ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ദരിദ്രർക്ക് കിട്ടേണ്ട അവകാശമാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ, സക്കാത്തുമായി ബന്ധപ്പെട്ട് നരകത്തെ ചേർത്ത് പറഞ്ഞ ആയത്തുകൾ പരിശോധിച്ചാൽ എത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും. യൗമ യുഹ്മ അലൈഹിം ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും
ഹാദാ മാ കനസ്തും ലി അൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. വീട്ടിൽ സമ്പത്തുണ്ടായിരിക്കെ, ഗോൾഡുകൾ ഉണ്ടായിരിക്കെ, സമൃദ്ധമായ ധാരാളിത്തത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യർ, അവരുടെ സമ്പത്ത് യൗമ തുഖ്വാ അലൈഹിം യൗമ യുഹ്മാ അലൈഹ, അവരുടെ ആ സമ്പത്ത് മുഴുവൻ അല്ലാഹു തആല നരകത്തിലിട്ട് ചുട്ടുപഴിപ്പിക്കുകയും ഫതുഖ്വാ ബിഹാ ജിബാഹുഹും, അയൺ ചെയ്യുന്നത് പോലെ അവരുടെ നെറ്റിത്തടങ്ങളിലും വളുഹൂറുഹും, അവരുടെ ശരീരഭാഗങ്ങളിലും ഒന്നടങ്കം അത് അയൺ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുദൂഹു ഫഗുല്ലു, അവനെ പിടിക്കൂ, അവനെ കൈകാലുകളിൽ പൂട്ടിയിടൂ, ചങ്ങലകളിൽ പൂട്ടിയിടൂ. ഫസല്ലൂഹു, അവനെ നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കൂ. ഖുദൂഹു ഫഗുല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു, 70ഓളം മുഴങ്ങളുള്ള ആ ചങ്ങലകളിൽ അവനെ കെട്ടി വരിഞ്ഞിടൂ. എന്തായിരുന്നു അവൻ്റെ പ്രശ്നം? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, സമ്പത്ത് പടച്ചവൻ്റേതാണ് എന്നവൻ വിശ്വസിച്ചില്ല, അവൻ മുഅ്മിനായിരുന്നില്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, അവന് അഗതികളുടെ, മിസ്കീനുകളുടെ സമ്പത്ത്, അവർക്കുള്ള അവകാശത്തെ അവൻ നൽകിയിരുന്നില്ല എന്നതാണ് അവന് ഈമാനില്ലാതിരുന്നതിൻ്റെ പ്രശ്നം എന്ന് നരകത്തിൻ്റെ തീഷ്ണമായ അനുഭവങ്ങൾ പറയുന്നിടത്ത് സദക്കകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും. അവന് അവിടെ ഒരു ഭക്ഷണവും ഉണ്ടായിരിക്കുകയില്ല. ലാ യഅ്കുലുഹു, അവന് ഒരു ഭക്ഷണവും ഉണ്ടാവുകയില്ല. ഇല്ല വിശുദ്ധ ഖുർആൻ പറയുന്നു, വ്രണങ്ങളിൽ നിന്നുള്ള പൊറ്റയല്ലാതെ അവനവിടെ ഭക്ഷണമായി മറ്റൊന്നും ലഭിക്കുകയില്ല എന്ന് നരകത്തിൻ്റെ തീഷ്ണതയെക്കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സക്കാത്തുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. റമളാനിലാണ് സക്കാത്ത് കൊടുക്കേണ്ടുന്നത് എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. എന്തുകൊണ്ട് റമളാനിലത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭം റമളാനാണ് എന്നതുകൊണ്ടാണ്. ഒരാൾക്ക് എപ്പോഴാണോ നിസാബ് എത്തുന്നത്, പൂർത്തിയാവുന്നത്, ആ സന്ദർഭത്തിലാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സക്കാത്തിനെക്കുറിച്ച് ഏറ്റവും നല്ല അവബോധമുണ്ടാവാൻ, സക്കാത്തിൻ്റെ സംശുദ്ധിയുടെ മനസ്സ് പടച്ചതമ്പുരാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതെല്ലാം സംവിധാനങ്ങൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി അല്ലാഹു തആല നൽകിയിട്ടുണ്ടോ ആ സന്ദർഭങ്ങളെയും സൗകര്യങ്ങളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഉമ്മത്ത മുസ്ലിമയ്ക്കും ഉമ്മത്ത മുസ്ലിമയുടെ നേതൃത്വത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയദാർഢ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.